നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. ഞായറാഴ്ച രാത്രി പെയ്ത മഴ കർഷകരുടെ കണ്ണീരായി. കൊയ്ത്തിനെത്തിയ നെല്ലെല്ലാം നശിച്ചു. 300 ഏക്കറിലധികം വരുന്ന വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുറ്റൂർ നോർത്ത്, കുളപ്പുറം ഈസ്റ്റ് പാടശേഖരങ്ങളിലാണ് മഴ കാരണം കർഷകർ ദുരിതത്തിലായത്. ബാങ്കിൽ നിന്നും ലോണെടുത്ത് തുടങ്ങിയ കൃഷി കൊയ്ത്തിനെത്തിയപ്പോഴാണ് അവയെല്ലാം മഴയെടുത്തത്. കൊയ്ത്ത് യന്ത്രത്തിന്റെ ലഭ്യത കുറവാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ഒപ്പം അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയും. 300 ഏക്കർ പാടത്ത് കർഷകർ കൈമേയ് മറന്ന് അധ്വാനിച്ചുണ്ടാക്കിയത് ഒരു രാത്രിയിലെ മഴയിൽ എല്ലാം വെള്ളത്തിലായി. നഷ്ടം ഇനിയും കണക്കാക്കാനായിട്ടില്ല. എന്തു തന്നെ ആയാലും കുറ്റൂർ നോർത്ത്, കുളപ്പുറം ഈസ്റ്റ് പാടശേഖരങ്ങളിലെ കർഷകർക്ക് വലിയ നഷ്ടമാണ് ദുരിതപ്പെയ്ത്തിൽ ഉണ്ടായത്. കൊയ്ത്തിന് തയ്യാറായ നെൽകൃഷിയാണ് വെള്ളത്തിലായത്. എപ്പോഴും കർഷകർക്ക് ലാഭം കിട്ടുന്നതും പണിക്കാർക്കുള്ള പണം നൽകാനും സഹായകമാകുന്നത് വൈക്കോലുകളാണ്. എന്നാൽ ഇത്തവണ വൈക്കോലെല്ലാം നശിച്ചു. വെള്ളം കയറിയതോടെ ഇനി വൈക്കോൽ വിറ്റ് പണിക്കാർക്കുള്ള കൂലി നൽകാമെന്ന പ്രതീക്ഷയും പോയി. തുമ്പയിൽ ബഷീർ, തുമ്പയിൽ അബ്ദുള്ള, തുമ്പയിൽ സെയ്തലവി, നെച്ചിക്കാട്ടുകുണ്ടിൽ ചൂലൻകുട്ടി, നെച്ചിക്കാട്ടുകുണ്ടിൽ നാരായണൻ, കള്ളിയത്ത് ഇല്യാസ്, കുറുക്കൻ മുഹമ്മദ് കുട്ടി, KC മജീദ്, തെങ്ങിലാൻ ഉസ്മാൻ, കോട്ടേക്കാടൻ നാസർ തുടങ്ങി നിരവധി കർഷകരാണ് ഈ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കി ദുരിതത്തിലായിരിക്കുന്നത്. പലരും ഏക്കർ കണക്കിന് പാടത്താണ് കൃഷി ഇറക്കിയത്. ബാങ്കിൽ നിന്നും എടുത്ത വായ്പയുടെ തിരിച്ചടവിനും തിരിച്ചടിയായി. 2.5 ഏക്കർ പാടത്ത് കൃഷി ചെയ്യുന്ന ബഷീർ വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. എനിക്ക് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശം വിള ഇറക്കി കൊയ്ത്തിന് അടുപ്പിച്ചാണ് മഴ പെയ്തത്. കൊയ്തിന് ശേഷം മഴ പെയ്തത്. മഴ പെയ്തതിന് ശേഷം നമുക്ക് കൂലിച്ചെലവ് ആദ്യം 8 പണി തന്നെ വീണ്ടും ചെയ്യണം. ഏകദേശം ഒരു 10-15 ആളെ പണി ഏകദേശം ഇപ്പോൾ ഏറിപ്പോയി. പണി തന്നെ പിന്നെ വൈക്കോലിൽ ഒന്നിനും പറ്റൂല. വൈക്കോല് എല്ലാം നനഞ്ഞ് ഫുള്ള് പോയി. 5 ഏക്കറോളം പാടത്ത് കൃഷി ഇറക്കിയ മുതിർന്ന കർഷകനായ തുമ്പയിൽ അബ്ദുള്ളയ്ക്കും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തെങ്ങിലാൻ ഉസ്മാന്റെ 7 ഏക്കർ കൃഷിയും നശിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടി ഉണ്ടാകണമെന്നാണ് കർഷകർ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വൈക്കോലും നെല്ലും ഇവിടെ എനിക്കൊരു 4 ഏക്കർ നഷ്ടപ്പെട്ടു പോയി. അതേമാതിരി ഇവിടെ പലജാതി കർഷകർക്കുണ്ട്. 20 ഏക്കർ, 25 ഏക്കർ നടക്കുന്ന കൃഷിക്കാരുണ്ട്, 5 ഏക്കർ നടക്കുന്നവരുണ്ട്, 2 ഏക്കർ നടക്കുന്നവരുണ്ട്, 1 ഏക്കർ നടക്കുന്ന പലജാതി കൃഷിക്കാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി തന്നെയാണ്. എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ വെള്ളത്തിൽ വന്ന് ഇതിൻ്റെയൊക്കെ മയിൽ നെല്ലും വെള്ളവും അല്ലെങ്കിൽ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞൊക്കെയാണ്. ഞാനിപ്പോൾ 4 വൈക്കും റോഡിന് ആണ്ടും കൊണ്ടും പറമ്പൊക്കെ അവിടേക്കൊക്കെ കാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോകണം. ഭയങ്കര നഷ്ടമാണ്. എല്ലാ കൃഷിക്കാർക്കും എനിക്ക് തോന്നുന്നു കാക്കാന് മാത്രം 1 ലക്ഷം മുന്നേ വരാൻ പറ്റില്ല. ഇവിടെ വെള്ളം 5 വെള്ളമാണ്, ചെടിയാണ്. നാട്ടിലെ മഴ ഉണ്ടായത് ഇവിടേക്ക് ദോഷമാണ്. ആ മഴ വെള്ളം ഉണങ്ങിയപ്പോൾ തന്നെ ഇവിടെ വിളവ് കൂടുകയും ചെയ്തു. അങ്ങനെയൊക്കെ കൊയ്ത്ത് യന്ത്രത്തിന്റെ ലഭ്യതക്കുറവാണ് തിരിച്ചടിയായിരിക്കുന്നതെന്നും നിലവിൽ ആനക്കയം, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നുള്ള 2 കൊയ്ത്ത് യന്ത്രം മാത്രമുള്ളൂ എന്നും അതിനാലാണ് കൊയ്യാൻ നേരം വൈകിയതും നിലവിൽ വെള്ളം കയറിയതെന്നും കർഷകർ പറയുന്നു. ഇതിലൊരു 60 ഏക്കറിൽ കൂടുതൽ കൃഷി ഇന്നലത്തെ മഞ്ഞാത്ത മഴയിൽ നശിച്ചിട്ടുണ്ട്. നെല്ല് വെള്ളത്തിലാണ്. ഇനിയിപ്പോൾ ഏത് രീതിയിൽ സർക്കാർ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ 300 ഏക്കറിൽ ഇപ്പം രണ്ട് മെഷീനാണ്, കൊയ്ത്ത് മെഷീനാണുള്ളത്. അതിന് പിന്നെ ഒന്ന് വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ, ഒന്ന് ആനക്കയം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെഷീനാണ്. 2 മെഷീനാണുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കൊയ്ക്കണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് 2700-2800 രൂപ പുറത്തെ മെഷീന് ചിലവ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിട്ട് വലിയൊരു വിഷയമാണ്. ഇത് നമുക്ക് 2000-ന് താഴെയാണ് നമുക്ക് ഈ ഇതിന് വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ഞങ്ങൾ ഈ കൊയ്ത്തിൻ്റെ സമയത്തേക്ക് ഞങ്ങൾക്ക് ഒരു മെഷീനും കൂടി സർക്കാരോ പഞ്ചായത്ത് ഏത് സംവിധാനമായാലും വേണ്ടിയില്ല ചെന്നിട്ട്
ഇപ്പോൾ ഇത് നമുക്ക് ശരിക്കും വായിലെത്തിയ ഒരു സാധനമാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം ബണ്ടിലുകൾ ഇവരൊക്കെ കിടന്നിട്ട് എല്ലാവരും ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. കൂലിൻ്റെ മാത്രമല്ല, ഇതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് എടുക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഇത് അതുപോലെ ഈ വൈക്കോല് നോക്കി നിങ്ങൾ ഒരൊറ്റ വൈക്കോൽ ഇത് ഒരു ഒറ്റ കിട്ടൂല. ഞങ്ങൾക്ക് ഇതിൻ്റെ കൂലി കിട്ടാനും ചിലവൊക്കെ വരുന്ന സാധനം വൈക്കോൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വൈക്കോൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ പിന്നെ ഒരു വേണ്ട നഷ്ടപരിഹാരം തന്നിട്ട് കർഷകരെ സംരക്ഷിക്കുക. കർഷകരെ തന്നെ നാടിൻ്റെ ഞരമ്പ് നാടി മെയിൻ നാടിയാണ്. അപ്പോൾ സർക്കാർ നമുക്ക് അതിനുള്ള സംവിധാനം ചെയ്തെന്ന് കർഷകരെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിത്തരാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്രതീക്ഷിത മഴയിൽ കുറ്റൂർ നോർത്ത് കുളപ്പുറം ഈസ്റ്റ് പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് വെള്ളത്തിലായത്. വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിയിടുന്ന നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ പാടശേഖരങ്ങളിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.